ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ എന്താ പറയുക, മാൻ യുണൈറ്റഡിനൊരു നല്ല വിജയം കിട്ടിയെന്ന് പറയാം. 2-1 ഇപ്പോൾ ഒരു ടോപ്പ് സിക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പം അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു എവേ വിന്ന്. പിന്നെ ബ്രൂണോൻ്റെ ഇന്നലത്തെ കളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ കളിച്ചു. ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആളുടെ, അത് ഒഴിച്ചെടുത്തിയ ആളുടെ 2 അസിസ്റ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്നാണെങ്കിലും ആ ഫ്രീ കിക്ക് എടുത്തപ്പോഴും അല്ലാണ്ടും ആളുടെ അസിസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും മാൻ യുണൈറ്റഡ് ടോപ്പ് സിക്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം റൂബൻ അമോറിമിന് പറ്റിയ ഒരു എന്താ ആൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിറിക്സിയുടെ ഒരു ഗോൾ വന്ന ആൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു അത്. ആളുടെ ആ ഒരു ഗോൾ, പുള്ളിക്ക് കുറേ എന്താ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ. ആ ഒരു ആംഗിളിൽ നിന്ന്, അത് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നിന്നുള്ളൊരു ഗോളായിരുന്നു. അപ്പം അത്രയും ആളെ എഫേർട്ട് ഇട്ട് ചെസ്റ്റിലെടുത്ത് ട്രാപ്പ് ചെയ്ത് അടിച്ചാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ടോപ്പ് ഗോൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് അത് ഫിനിഷ് ചെയ്യാൻ ചില്ലറല്ല, നല്ല പാട് തന്നെയുണ്ട്. അപ്പോൾ ആളെന്തായാലും കിടിലം ഫിനിഷ് ആയിരുന്നു. ആൾ സെക്കൻഡ് ഹാഫിലും കുറച്ചും കൂടി മാറി എന്ന് പറയാം. ഫസ്റ്റ് ഹാഫിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല ആൾക്ക്. പിന്നെ മെയ്സൺ മൗണ്ട്, ആള് പതിയെ സെറ്റായി വന്നിട്ടുണ്ട്. ആൾക്ക് അവസരം കൊടുക്കും തോറും നമുക്കറിയാം ആൾ ഓടി കിടന്ന് പ്രസ് ചെയ്യേണ്ടത്. അത് ടീമിന് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ടീമിന് വേണ്ടി നന്നായിട്ട് തന്നെ ആൾ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ആ ഒരു ഗോള് അത്യാവശ്യം അടിപൊളി തന്നെയായിരുന്നു. ബ്രൂണോന്റെ ടച്ചിലായിരുന്നു ആ ഒരു ഫ്രീ കിക്കിന്ന് ആ ഒരു ഗോൾ വന്നത്. അപ്പോൾ ഒട്ടും വിചാരിച്ചില്ല പുള്ളി അത് ഫിനിഷ് ചെയ്യുമെന്ന്. അപ്പോൾ എന്താ പറയുക, ടോപ്പ് ഫിനിഷിങ് തന്നെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ലൂക്ക് ഷോന്റെ ഒരു കിടിലം പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. കാരണം ആൾക്ക് ഇഞ്ചുറിയും ഇപ്പം ഇല്ല. സോ ടോപ്പായിട്ട് ആൾ കളിക്കുന്നുണ്ട്. ആളുടെ എന്താ പറയുക, കിടിലം കുറേ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ ടാക്കിളും അടിപൊളി തന്നെയായിരുന്നു. അതിൽ ഒന്നായിരുന്നു ഇത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആള് അവിടെ സ്യൂട്ട് ആവണ്ടെന്നുള്ളതാണ്. അമോറിമേര സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാനായിട്ടില്ല, കാരണം ഇനി നമുക്ക് തോക്കാനും ചാൻസുകളുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ആണ് ലാസ്റ്റ് ഒരു 9 കളിയിൽ നിന്നുള്ളത്. അപ്പം ഇതെന്തായാലും നിലനിർത്തിക്കൊണ്ടും പോകാൻ പുള്ളിക്ക് പറ്റുമോയെന്ന് അറിയില്ല. കുറേ നാൾക്ക് ശേഷം എന്തായാലും യുണൈറ്റഡ് ഫാൻസിനൊന്ന് ആശ്വസിക്കാം. എല്ലാവരും നന്നായിട്ട് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഹാഫിൽ കണ്ടതല്ല നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ വേറെ എന്തൊക്കെയാണ് സംഭവിച്ചത്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കഥ ടോട്ടലി മാറി എന്ന് പറയാം. പിന്നെ മറ്ററ്റയുടെ ആ ഒരു ഗോള് 2 പ്രാവശ്യമാണ് ആൾ ആ പെനാൽറ്റി എടുത്തത്, എന്നിട്ട് രണ്ടും തടുക്കാനായില്ല. യോറോൻ്റെ ഒരു എന്താ പറയുക, ലേസി ആയിട്ടുള്ളൊരു ഇതായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ മറ്ററ്റ കുറേ ഇടിച്ചു കുത്തി കളിക്കുന്നുണ്ടായിരുന്നു. 2-3 ചാൻസ് ആൾക്ക് കിട്ടുകയും ചെയ്തു, പക്ഷെ അത് വേണ്ട രീതിയിൽ പുള്ളിക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ അൾട്ടർ ഫ്ലോപ്പ് തന്നെയായിരുന്നു യുണൈറ്റഡ്. എന്തായാലും ടോട്ടലി നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലായിരുന്നു എന്നുള്ളതാണ്. ഫിസിക്കലി ആണെങ്കിലും ബാറ്റിൽ ചെയ്ത് നിൽക്കാൻ പറ്റണ്ടായിരുന്നില്ല. ആഡം വാട്ടൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു പെർഫോമൻസ് കൂടി നടത്തി എന്നുള്ളതാണ് ആള്. ടോപ്പാണ് ആൾ. അപ്പം മാൻ യുണൈറ്റഡിലേക്ക് വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം.